നമുക്ക് സിമ്പിൾ ചിക്കൻ കറി തേങ്ങാച്ചോറ് ഉണ്ടാക്കിയല്ലോ. ആദ്യമേ സബോളയുടെ തൊലിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. കുഞ്ഞു സബോളയാണ് ഇത്. കൈ വെച്ചരിയുവാണ് കുറച്ചും കൂടെ നൈസായിട്ട് കിട്ടിയാൽ. പക്ഷേ കട്ടിംഗ് ബോർഡ് വെച്ചങ്ങ് അരിഞ്ഞു പോയി. കുറച്ച് തണ്ടക്കം മുണ്ടക്കം എന്നൊക്കെ പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. കൈ വെച്ചരിയുന്ന എനിക്ക് കുറച്ചും കൂടെ വശം. പക്ഷെ കൈ വെച്ചരിയുവാണെങ്കിൽ ഇത്രയും കട്ടി ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ കൈ വെച്ചരിയാതിരുന്നുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. സാല നമുക്ക് ഇടുമ്പം ഞെരടി കൊടുക്കാവേ. അപ്പോൾ അവിടെ നിന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. അത് ഞാൻ ചിരിച്ച് കാണിച്ച്. പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അരിയാം. ഞാനിപ്പോൾ അതൊരു ഡിസൈനൊക്കെ വെച്ചെന്ന് പറയും, ചുമ്മാ അരിഞ്ഞ രസത്തിന് അരിഞ്ഞതാണ്. നമുക്കേതാണോ ഇഷ്ടം ആ രീതിക്ക് അരിഞ്ഞെടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടോ ഈ ചിക്കൻ കറി വെക്കുന്നത്. ശരിക്കും മടിയന്മാർക്ക് പറ്റിയ കറി എന്ന് പറയുമല്ലോ. ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള രീതിക്കാണ് വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട്. കാരണം എനിക്ക് അരിയാനൊക്കെ മടിയാണ്. ഒരു തക്കാളിക്ക മതി കേട്ടോ. ഒത്തിരി പുളിയായി പോകാതിരിക്കാൻ വേണ്ടി ഒരു തക്കാളിക്ക ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കൻ കറിക്കകത്ത്. അല്ലെങ്കിൽ ഈ ചിക്കൻ കറിക്കകത്ത് തക്കാളിക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തക്കാളിക്കില്ല ഭയങ്കര വിഷമവുമാണ്. അതും കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. അതിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതങ്ങ് വഴണ്ട് കിട്ടും. വഴുക എങ്ങനെ പറയുന്നത്? വഴണ്ടുക. ഞാനിങ്ങനെയൊക്കെ പറയും. കുഞ്ഞായിട്ട് കുനുകുനുകുനോന്നരിയണ്ട ഞാൻ. എനിക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടെ അരിയാൻ മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് ചതയ്ക്കുക. ഞാൻ ഇങ്ങനെ ഇട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണേ. ബെസ്റ്റ്. ഇന്നത്തെ ചതവ് അത്ര ആവുന്നില്ല. നിറയെ സാധനം ഇട്ടുകൊണ്ടായിരിക്കും ചതയാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി പുറത്തെടുത്തിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ചട്ടി വെച്ചു. ഇത് ഉരുളിയാണേ. ഉരുളിയാകുമ്പം ചൂട് പെട്ടെന്ന് പതിയെ പിടിക്കുള്ളൂ. പക്ഷെ പിടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കയ്യും പൊള്ളും. പക്ഷെ എനിക്ക് എന്തോ ഈ ഉരുളിയോട് ഇവിടെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഓർക്കത്തില്ല ഞാൻ എന്താ എണ്ണ ഇങ്ങനെ ടിന്നിനകത്തൊന്നും വെക്കാത്തതെന്ന്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇടുക്കിയിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇതെല്ലാം കട്ട പിടിച്ചിരിക്കുക. ഗ്യാസിൻ്റെ ചൂട് പോലും കൊടുത്താൽ പോലും ഭയങ്കര പാടാണ് ഇത് മെൽറ്റായി കിട്ടാൻ. കടുകിടാവേ. ചൂടായി വരുന്നുണ്ട്. ചൂടായിട്ടേ ഇടാവുള്ളേ, അല്ലാതെ എന്നെപ്പോലെ പത കണ്ടുകൊണ്ടിടരുത്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി, ആ ചതച്ച് വെച്ചെടുത്ത് ഇഞ്ചി, പച്ചമുളക് ആവശ്യത്തിന്. ഞാൻ ആ ചതച്ച് വെച്ചതെല്ലാം കൂടി ഇട്ടു കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി. എന്നിട്ട് ഇതെല്ലാം കൂടെ പെട്ടെന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും 2 തട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കുക. പുറകിൽ നിന്ന് കൗണ്ടർ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ സബോളയ്ക്ക് കട്ട് കൂടിപ്പോയെന്ന്. അതുകൊണ്ട് ഞാൻ കൈവച്ച് ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അല്ലെങ്കിൽ വഴണ്ട് കിട്ടാൻ താമസമായിരിക്കും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. എന്നാലും കട്ട് കൂടി വഴമുണ്ടാകും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇളക്കുക.
തക്കാളി, മഞ്ഞൾപ്പൊടി. തക്കാളി ഞാൻ കിടക്കിട്ടെ. മഞ്ഞൾപ്പൊടി അത്യാവശ്യം വണ്ണം വന്നപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് ഇളക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് എടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ കൈ കണക്ക് എല്ലാം നമ്മുടെ കൈ കണക്കാണ്. ഞാൻ മല്ലിപ്പൊടി ആദ്യമായിട്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഫസ്റ്റ് ഇട്ടാൽ ഇച്ചിരിയെങ്കിലും ഫ്ലെയിം കൂടി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. പക്ഷെ മല്ലിപ്പൊടി ആകുമ്പോൾ പ്രശ്നമില്ല. ഇത്രയും മുളക് പൊടി ഇടുന്നത് എന്നാന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ട് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. ഇഷ്ടമുള്ള ചിക്കൻ മസാലപ്പൊടി ഇടുക. ഞാൻ മദേഴ്സിൻ്റെ ആണ് ഇടുന്നത്. മദേഴ്സ് ഇവിടെ വരുന്ന ഒരു ബ്രാൻഡാണ്, അത് ഞാനെടുത്ത് ഇടുന്നു. 5 സ്പൂൺ. അതിലൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 5 സ്പൂൺ ഇടുന്നത്. പൊടി നന്നായിട്ട് മൂക്കണം, ഇല്ലെങ്കിൽ കറിയല്ല വെളുത്തിരിക്കുക. എനിക്ക് വെളുത്തിരിക്കുന്ന കറികൾ ഇഷ്ടമല്ല. പൊടി മൂക്കണേ. പൊടി അത്യാവശ്യം നല്ലപോലെ തന്നെ മൂക്കണം. കണ്ടോ, ഇപ്പം എല്ലാം വഴണ്ട് സെറ്റായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മൂത്തു. ഇനി നമുക്ക് ചിക്കൻ ഇട്ടത്തേക്ക് ഇടാം കേട്ടോ. ചിക്കൻ നമ്മുടെ ആവശ്യത്തിന്. ഞാനിപ്പം ഇതിനിടയ്ക്ക് ഞാൻ എടുക്കുമ്പോൾ എല്ലാം താഴെപ്പോണ്ട്, കൈ കൊള്ളുന്ന എടുത്താൽ പോരല്ലേ. ആവശ്യത്തിന് ബാക്കി ഞാൻ മാറ്റും, എത്ര എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നാളെ വറക്കാൻ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൂട്ടി ഒഴിപ്പിക്കുക. അപ്പോൾ ആ പൊടിയൊക്കെ ഇട്ടിട്ട് പറ്റും പിടിച്ച് നന്നായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഓൾറെഡി ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കുകയാണ്. ഉപ്പ് പൊടിയിലും ഇത് നോക്കി കൊടുക്കുക. ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്, ആ വെള്ളം ഇറങ്ങും. പിന്നെ നമ്മുടെ ചാറ്, നമുക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. നമ്മൾ തീരെ വെള്ളം വെക്കാതിരുന്ന ഉരുളി ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്കും പിടിക്കും. ആവശ്യത്തിന് എന്തോരം ചാറാണോ വേണ്ടത്. ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്, പക്ഷെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ ഓൾറെഡി വെള്ളം ഇറങ്ങും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്കാണ് ബാച്ചിലർ ചിക്കൻ കറി എന്നൊക്കെ വേണം പറയാം. ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്യുവാണേ. കാരണം ഇവിടെ എല്ലാവരും ചാറ് കഴിക്കും, എല്ലാവരും ചാറിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്തു. ആവശ്യത്തിനുള്ള ചിക്കനകത്തും കൂടെ വെള്ളം ഇറങ്ങും, കറക്റ്റ് ആയിരിക്കും. കാരണം ഇത് തിളയ്ക്കണമല്ലോ. കണ്ടോ, പുതിയ ലൈറ്ററാണ്, നല്ല രസമുണ്ടല്ലേ. അടച്ച് വെച്ച് ഒരു ടൈം കൊണ്ട് ഇത് തിളയ്ക്കുവേ. ഞാൻ അത്ര എടുത്തില്ല, ടൈം കൊണ്ട് തിളയ്ക്കും. പിന്നെ നമ്മുടെ കറിവേപ്പിലേക്കിട്ട് ഇത് സെറ്റായി. ഇത് നമ്മൾ കുക്കറിൽ ചെയ്യുവാണെങ്കിൽ ഇത് സ്പീഡിൽ ചെയ്യും. ഇപ്പോൾ നമുക്കാണെങ്കിൽ ബാച്ചിലർ ചിക്കൻ കറി എന്നൊക്കെ വിളിക്കാം. ഇതിപ്പോൾ ഞാൻ ഉരുളിയിൽ കുക്കറിൽ വെക്കാതെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്ര സമയം എടുത്തില്ലെങ്കിൽ. ചതച്ച് വരിഞ്ഞൊക്കെ എടുക്കുമ്പോൾ കുക്കറിലാണ് പെട്ടെന്നായാൽ. കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയുള്ള കറിയാണ് കേട്ടോ. അത് കറിവേപ്പിലൊക്കെ മണ്ടയിൽ കൂടി ഇട്ട് എടുത്തു. അമ്മ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. എന്താ ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു തേങ്ങാച്ചോറ് വെക്കാതെ. തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിക്ക് ഭയങ്കര സിമ്പിളാട്ടോ തേങ്ങാച്ചോറ് വെക്കുക. ആകെ ഉള്ള പാടെന്നു വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുക്കർ ചൂടാകാൻ വെക്കുക. ഞങ്ങളുടെ ലൈറ്ററാണ് കേട്ടോ ഇപ്പോഴത്തെ ഹൈലൈറ്റ്. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കത്തിക്കല്ല ഒരുമാതിരി ടോർച്ചൊക്കെ കത്തിക്കുന്ന പോലെ ആയതുകൊണ്ട് ഞാൻ കത്തിക്കാം, നീ കത്തിക്കാം എന്നൊരു ഇതാണ്. കുക്കർ ചൂടായി. കുക്കർ ചൂടായപ്പം നെയ്യ് കാലിയായിട്ടിരിക്കുക. ഞാനിങ്ങനെ തട്ടിപ്പൊട്ടി ഒതിച്ചിട്ടുണ്ട് കേട്ടോ. കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് അറിയത്തില്ല, തണുപ്പായതുകൊണ്ട്. രാത്രിയായപ്പോഴത്തേക്ക് തണുപ്പ് കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എണ്ണയൊക്കെ കവറിലേക്ക് ടിന്നിലേക്ക് മാറ്റി വെച്ചാലും കട്ട പിടിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ മടി കാരണം മാറ്റി വെച്ചില്ല. എണ്ണ ചൂടായി, എണ്ണയും നെയ്യുടെ ഇതും കൂടെ ചൂടായി വെക്കണം. ഇതിനകത്ത് ഹൈലൈറ്റ് വരിക കുരുമുളക് കേട്ടോ. പൊട്ടിക്കാത്ത ചതയ്ക്കാത്ത കുരുമുളക്, ഏലക്ക, ബേ ലീഫൊക്കെ ഇടാം. അതിൻ്റെ ബേ ലീഫ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ബേ ലീഫും കറുവപ്പട്ടയൊക്കെ ഇടാം. എൻ്റെ രണ്ടും സാധനം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടെ. ഉള്ളിയാട്ടോ അരിഞ്ഞ് വെച്ചാൽ ചേർക്കേണ്ട, ചെറിയ ഉള്ളി. അതൊരു കൈപ്പിടി കണക്ക്, അല്ലെങ്കിൽ ഒരു 5-6 ഉള്ളി നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പിന്നെ അതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൽ ഉപ്പിടണം കേട്ടോ. ഞാൻ ഉപ്പ്
ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് മിസ്സായിട്ടുണ്ട്. ഉപ്പിടണേ, ചെറുതായിട്ടൊന്ന് വഴറ്റി കയറിയാൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു. പിന്നെ നമ്മുടെ ക്യാഷ്യൂ അത് നമുക്ക് ആവശ്യത്തിന്, പിന്നെ ജീരകം. ഈ റൈസിനൊരു ഫ്ലേവർ, ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ഇതാട്ടോ. പെരുംജീരകം ആഡ് ചെയ്യാം, അത് കുറച്ചും കൂടെ ബെറ്ററാണ്. ജീരകവും പെരുംജീരകവും. നല്ല ഇരുട്ടായിട്ടുണ്ട്. 7 മണിയായപ്പോഴത്തേക്ക് ഇരുട്ടായി, മഞ്ഞും തണുപ്പും എല്ലാം ഇറങ്ങി. എൻ്റെ പൊക്കി ക്ലിപ്പ് മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാകുമ്പോൾ കളർ കൂടും. തേങ്ങാപ്പാൽ, ഒരു തേങ്ങാപ്പാലായിട്ട് ഫുൾ പിഴിഞ്ഞെടുത്തേക്കുന്നത്, മിക്സിയിലിട്ട് അടിച്ച് എടുത്തേക്കുന്നതാണ്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന കണക്കിലാട്ടോ എടുത്തേക്കുന്നത്. അരിയുടെ ഡിഫറൻസിൽ പാലിൻ്റെ അളവും കൂടും. അതായത് നോർമൽ ബിരിയാണി റൈസ് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇത്, അല്ലാതെ നിങ്ങൾ മന്തി റൈസ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഡിഫറൻസ് വരും. ഇപ്പം കാണുമ്പോൾ ഒരു മോര് കറിയുടെ ഇത് വരുന്നുണ്ടല്ലേ. ഞാൻ അരിയെല്ലാം കൂടെ തട്ടിക്കൊട്ടിയിട്ടേ ബാലൻസ് അതിൽ നിന്ന് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഇപ്പോൾ ഒരു മോര് കറിയുടെ ഫിനിഷ്. മോര് കറിയല്ലേ ഗൈസ്, ഇത് തേങ്ങാപ്പാലാണ്. ഇനി നമുക്കിത് ടൈറ്റായിട്ട് അടച്ച് വെക്കാം. എനിക്ക് കുക്കർ അടയ്ക്കാൻ ഭയങ്കര പാടാണ് കണ്ടോ. അടച്ച് ഒരു വിസിലടിച്ചിട്ടോ, ഒരു വിസിലടിച്ചിട്ട് 3 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് എയർ കളയാതെ വെച്ചിട്ട് തുറന്നപ്പോൾ കണ്ടോ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അരി ഒന്നും തൊടാതെ റൈസ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക ഫ്ലേവർ സ്മെല്ലാട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. നോക്ക്, ഞാനൊരു ഷോയ്ക്കൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കി ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഇതാട്ടോ ഡിന്നർ സ്പെഷ്യൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.